ഹായ്, ഞാൻ ഡോക്ടർ ഫോക്സ്. ഇത് നമ്മുടെ പാർട്ടിയെ നമ്മൾ കഷ്ണം മുറിച്ച് മാറ്റി വെച്ചതിന്റെ ബാക്കിയാണ്. ഇതിന് ഞാൻ വേറെ ഇൻട്രോ ഒന്നും ഇടാൻ നിൽക്കുന്നില്ല. മറ്റേ നമ്മുടെ എക്സ്പ്ലനേഷനിലേക്ക് നേരെ പോവാം. അപ്പൊ പിന്നെ എന്താണ് ഈ ബ്ലൂ പ്രിന്റ്? ബ്ലൂ പ്രിന്റ് എന്താന്നുള്ളത് ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. എന്നാലും നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് പറയാം. നമ്മൾ ഇതുവരെ നമ്മുടെ ഗെയിമിൽ കുറെ ഒബ്ജക്ട്സ് ഇട്ടില്ലേ? ഇപ്പം ക്യൂബുകളാണെങ്കിലും കുറച്ച് ക്യൂബുകൾ ഇട്ടു, ഒരു സ്റ്റെപ്പ് ഇട്ടു, പിന്നെ നമ്മുടെ സ്റ്റാർട്ട് ഒബ്ജക്റ്റ് ഇട്ടു, പിന്നെ കുറച്ച് ലൈറ്റുകൾ ഇട്ട് നോക്കിയിരുന്നു, കോണ്, സ്പിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടിരുന്നു. അത് ഡിലീറ്റ് ചെയ്തെങ്കിലും അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടു. ഇതിനൊക്കെ ആക്ടേഴ്സ് എന്നാണ് വിളിക്കുക എന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ അൺറിയലിൽ എന്ത് കൊണ്ടുവന്നിട്ടാലും അതൊക്കെ ഓരോ ആക്ടേഴ്സ് ആണ്. ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നതിന് പകരം ആക്ടേഴ്സ് എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. പക്ഷെ ഈ ആക്ടേഴ്സിനൊക്കെ ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു ക്യൂബ് ആയാലും ലൈറ്റ് ആയാലും നമ്മുടെ ഗെയിമിന്റെ ഇടയിൽ പ്രത്യേകിച്ച് ഫംഗ്ഷനാലിറ്റീസ് ഒന്നുമില്ല. അതായത് അത് അവിടെ ഉണ്ട്, അത് വർക്ക് ചെയ്യും. അതുപോലെ ഇപ്പൊ ഒരു ക്യാരക്ടർ പോയി വന്നാൽ ഇടിച്ച് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇപ്പൊ ഒരു ഡോറ് കൊണ്ടുവന്നിട്ട് ഈ ഡോറ് തുറക്കണം, അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ടുവന്നിട്ടാൽ നമ്മൾ ഇന്ന സ്വിച്ച് ഞെക്കുമ്പോൾ ലൈറ്റ് ഓൺ ആവണം, അങ്ങനെയുള്ള ഒരു പ്രത്യേക ഫംഗ്ഷനാലിറ്റീസ് ഒന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ പാലത്തിന്റെ മുകളിൽ ഒരു ബോൾ ഉണ്ടായിരുന്നു വിചാരിക്കുക, ബോൾ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കുന്ന ഒരു ബോൾ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി ഇടിക്കുമ്പോൾ നമ്മൾ അതിന്റെ അടുത്ത് പോയിക്കുമ്പോൾ ഒന്ന് ഇടിച്ച് തള്ളിയിടുന്ന ഒരു ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കണം. അപ്പൊ ക്യാരക്ടർ അവിടെ വരുമ്പോൾ ആടണം. തുടക്കം മുതലേ ആടണമെങ്കിൽ ബ്ലൂ പ്രിന്റ് ആക്കാത്ത വഴികളുണ്ട്. എന്നാലും ക്യാരക്ടർ അവിടെ എത്തുമ്പോൾ അത് ആടിയാൽ മതി. വെറുതെ അതിന്റെ കാൽക്കുലേഷൻസ് ഓൾറെഡി സെറ്റ് ആക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഫംഗ്ഷനാലിറ്റീസ് പിന്നീട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കയറ്റണം. ഓരോ ഒബ്ജക്റ്റിനും ഡോറിനാണെങ്കിൽ ഡോർ തുറക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഡോറിന്റെ അടുത്ത് വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കല്ല വേണ്ടത്, അല്ലെങ്കിൽ അത് അല്ല വേണ്ടത്, അത് തുറക്കുകയാണ് വേണ്ടത്. സോ നമ്മൾ അങ്ങനെയുള്ള ഫംഗ്ഷനാലിറ്റീസ് ഇവിടെ പ്രോഗ്രാം ചെയ്ത് കയറ്റുന്നത്. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും കോഡിങ്ങിനെ വിചാരിക്കണ്ട. ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ടെക്നിക്കലി അത് തന്നെയാണ്. അതൊരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ്. നിങ്ങൾ സാധാരണ സിനിമയിലൊക്കെ കാണുന്ന മറ്റേ ആ ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ടുള്ള കോഡിങ്, നിങ്ങൾ കോഡിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ്. എന്നാലും അതൊന്നും അറിയാത്തവർക്ക്, അതുമായിട്ട് അങ്ങോട്ട് മൈൻഡ് സെറ്റ് ആകാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണിത്. ഇത് നിങ്ങൾ ചിത്രം വരച്ചുകൊണ്ടായിരിക്കും കാര്യങ്ങൾ പറയാൻ. നോഡ് നമ്മൾ കാണും, ഈ ഇതിലെല്ലാം നോഡിനെ പറ്റി നമ്മൾ അടുത്തതിൽ കാണും, ഇതിലെ പ്രോഗ്രാമിങ്ങിനെ പറ്റി. ഏതായാലും നമ്മൾ ആദ്യം ഇതിലൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത് ഒരു മെത്തേഡ് നമ്മൾ കണ്ടു കഴിഞ്ഞു. നമ്മളിങ്ങനെ നമ്മുടെ ഓൾറെഡി ഉള്ള സ്റ്റാറ്റിക് ഒബ്ജക്റ്റുകൾ, സ്റ്റാറ്റിക് ആക്ടേഴ്സിനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് ഒരു ബ്ലൂ പ്രിന്റ് ആക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ നമ്മൾ നോർമലി അങ്ങനെയല്ല ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുക. ഒന്നാമത്തെ കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് ബ്ലൂ പ്രിന്റുകൾ ഉണ്ട്, അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുക. രണ്ടാമത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പി പി ഡോറിന്റെ അടിയിൽ തന്നെ ആവശ്യമില്ലാതെ കുറെ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സാധനങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും അവിടെ കണ്ടോളണമെന്ന് ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് പാനലിൽ കണ്ടാൽ മതി കോമ്പണൻസ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കുക. ആ രീതിയിൽ കാണുന്നതിന് മുമ്പ് ബ്ലൂ പ്രിന്റ് എന്താണെന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. എന്നാലും എന്നെ കൊണ്ട് ഇപ്പോൾ ഒരു ബിഗിനർക്ക് പെട്ടെന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ക്ലാസ്സും നെക്സ്റ്റ് ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മളൊരു ലൈവ് വെക്കും. അതിൽ എന്തായാലും അറ്റൻഡ് ചെയ്യുക. ആ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് ഉണ്ടാകും. അന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. ഏതായാലും നമുക്ക് അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന്റെ കൂടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്ലൂ പ്രിന്റ്സ്, ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ് ഡിഫറെന്റ് ക്ലാസസ് എന്നാണ് പറയാം, ബ്ലൂ പ്രിന്റ് ക്ലാസസ്. അപ്പൊ എന്താണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസസ് എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡോറ് തന്നെ ഒന്നും കൂടെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പൊ ഉണ്ടാക്കിയതുപോലെ ഇവിടുന്ന് ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നതല്ലാതെ നമുക്ക് വേറെ ഒന്നും ഉണ്ടാക്കാം. ഇത് ഞാൻ ഈ തൽക്കാലം ഈ ഡോറിനൊരു പേര് മാറ്റിയിട്ടാണ്, കാരണം ഒരേ പേരിലുള്ള ഒബ്ജക്ട്സ് അൺറിയൽ എഞ്ചിനിൽ ഉണ്ടാകാൻ പാടില്ല. സോ ഞാൻ റൈറ്റ് ക്ലിക്കിൽ പോയിട്ട് ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കുകയാണ്. ബ്ലൂ പ്രിന്റ് കുറച്ച് കാറ്റഗറൈസ് ചെയ്ത് നോക്കാം. ഞാൻ 02_ ബ്ലൂ പ്രിന്റ്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കിയേക്കാണ്. നമ്മുടെ എല്ലാ ബ്ലൂ പ്രിന്റും അതിൽ വരാൻ. ഇതിന് ബ്ലൂ കളർ വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ മുമ്പ് ഒരു ബ്ലൂ പ്രിന്റ് ഫോൾഡർ ഉണ്ടാക്കി അതിനൊരു ബ്ലൂ കളർ കൊടുത്തിരുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി വന്നതാണ്. ഞാൻ അത് ഡിലീറ്റ് ചെയ്തപ്പോൾ ആ സെറ്റിങ്സ് അവിടുന്ന് പോയിട്ടില്ല. നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും വേറെ കളർ മാറ്റണമെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ പോവുക, സെറ്റ് കളർ എടുക്കുക, ന്യൂ കളറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ ആക്കാം. ഞാൻ ഇപ്പൊ തൽക്കാലം അതിന് അങ്ങനെ ഒരു കളറും കൊടുത്തു നോക്കും. സോ നമുക്ക് ഈ ബ്ലൂ പ്രിന്റിന്റെ ഉള്ളിൽ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കാം. അതിന് നമ്മൾ ആ ഫോൾഡറിന്റെ ഉള്ളിൽ കയറിയതിനു ശേഷം റൈറ്റ് ക്ലിക്കിൽ പോകാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ബട്ടണിൽ പോകാം. എന്തായാലും ഒരേ സാധനമാണ് വരിക. അപ്പോൾ റൈറ്റ് ക്ലിക്കിൽ പോയിട്ട് നമ്മളൊരു ബ്ലൂ പ്രിന്റ് ക്ലാസ് എന്നുള്ള ഈ ഒരു ഒബ്ജക്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. അവിടെ ആക്ടർ ഉണ്ട്, പോൺ ഉണ്ട്, ക്യാരക്ടർ ഉണ്ട്, അങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ട്. ഇവിടെ കാണാത്തതിനേക്കാൾ ഒരുപാട് ലിസ്റ്റ് ഇവിടെയും കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓരോ പ്ലഗിനുകളൊക്കെ ഓൺ ആക്കുമ്പോൾ അതിൽ ഇനിയും ലിസ്റ്റുകൾ ആഡ് ആവും. സോ
ബ്ലൂ പ്രിന്റിന് ഒരുപാട് ടൈപ്സ് ഉണ്ട്. അതിൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ആക്ടർ ക്ലാസ്സിലുള്ള ബ്ലൂ പ്രിന്റ് ആണ്. അതാണ് ആക്ടർ. ഒന്നെങ്കിൽ ഈ ബട്ടൺ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന ഒന്നുകൂടി ഞാൻ കാണിക്കാം. ബ്ലൂ പ്രിന്റിൽ പോയിട്ട് ഈ ആക്ടർ സെലക്ട് ചെയ്തുകൊണ്ട് സെലക്ട് എന്നടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകും. ഇനി നമുക്ക് 2-3 ക്ലാസ്സുകൾ എന്താണെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയ ബ്ലൂ പ്രിന്റിന്റെ കാര്യം പറഞ്ഞു. നമ്മളിപ്പോൾ അവിടെ ഒരു ബ്ലാങ്ക് ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം. ആക്ടർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും ആക്ടറാണ്. അപ്പൊ ഇവിടെ ഒരു ബ്ലൂ ഉണ്ട്. അപ്പൊ ഇനി ബാക്കി ക്ലാസ്സസിലേക്ക് പോകാൻ ഞാൻ ഒരു ചെറിയൊരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാർട്ടിന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇതിലുള്ള എല്ലാ സാധനങ്ങളും, അതിപ്പോ സ്റ്റാറ്റിക് മെഷ് ആവാം, ക്യാമറാസ് ആവാം, ലൈറ്റ് ആവാം, എൻവയോൺമെന്റൽസ് ആവാം. ഇനി അതും അല്ലാത്ത അവിടെ കുറെ സാധനങ്ങൾ, ആ സ്റ്റെയറിനൊക്കെ ബ്രഷ് എന്നൊക്കെ പറയുന്ന കുറെ സാധനങ്ങൾ, വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാധനങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ഇതെല്ലാം അൺറിയലിന് ആക്ടേഴ്സ്. ഈ ആക്ടേഴ്സിനെ നമ്മൾ സ്റ്റാറ്റിക് ആക്ടർ എന്ന് വിളിക്കുന്നത് ടെക്നിക്കലി കറക്റ്റ് അല്ല, എന്നാലും നമ്മൾ അങ്ങനെ വിളിക്കുകയാണ്. സ്റ്റാറ്റിക് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടിരിക്കുന്ന അതിലെ ഓരോ ഒബ്ജക്ട്സും. ഇതിന്റെ കൂടെ തന്നെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടർ ആണ് ബ്ലൂ പ്രിന്റ് ആക്ടർ. അതും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്, സ്റ്റാറ്റിക് ആക്ടർ അല്ല എന്ന് മാത്രം. ഈ ആക്ടേഴ്സിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള എന്തെങ്കിലും ഫംഗ്ഷനാലിറ്റീസ് കൊടുക്കണമെങ്കിൽ, നമ്മൾ ഇന്നൊരാൾ അവിടെ എത്തുമ്പോൾ ഓപ്പൺ ആക്കുക, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുക എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും ഇതേ ആക്ടേഴ്സിനാണ്. ഈ ബ്ലൂ പ്രിന്റ് ആക്ടേഴ്സിനെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡോർ ഒരു ബ്ലൂ പ്രിന്റ് ആക്ടറാണ്. അതിന് ഡിഫറെന്റ് കാറ്റഗറൈസ് ചെയ്ത് തിരിച്ചു വെച്ചിട്ടുണ്ട്. അതിന് ഡിഫറെന്റ് കാറ്റഗറൈസ് എന്നോ ടൈപ്സ് എന്നൊക്കെ നിങ്ങൾ വിളിച്ചാലും ടെക്നിക്കലി അതിന്റെ പേര് ക്ലാസസ് എന്നാണ്. ബ്ലൂ പ്രിന്റ് ക്ലാസസ് എന്നാണ് പറയുന്നത്. സോ അതിൽ ആദ്യത്തെ ബ്ലൂ പ്രിന്റ് ക്ലാസ് ആണ് നമുക്ക് ആക്ടർ ക്ലാസ്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ട ക്ലാസ് ആക്ടർ ക്ലാസ് ആണ്. ആക്ടർ ക്ലാസിന്റെ ഉള്ളിൽ നമുക്ക് ഇതിലെ ഏത് ഒബ്ജക്ട്സും, സ്റ്റാറ്റിക് ആക്ടേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന, നമ്മളിപ്പോൾ ഓൾറെഡി അതിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഏത് ഒബ്ജക്റ്റിനെയും അതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് അതൊരു ആക്ടർ ക്ലാസ് ആയി. അതിന് വേറെ ഒരു ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ്ങും ഒന്നുമില്ല. നമുക്ക് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞതാണ് നമ്മുടെ ഡോർ ക്ലാസ്. അപ്പൊ ഞാനിവിടെ ചുമ്മാ BP ഡോർ എന്നിട്ട് വെക്കുകയാണ്. അത് ഇടുന്നേ ഉള്ളൂ, നമ്മളിപ്പോൾ ഓൾറെഡി ഉണ്ടാക്കിയത് കൊണ്ട്. ഓക്കെ, ഇനി ഈ BP ഡോറിന് നമ്മളൊരു ഫംഗ്ഷനാലിറ്റി കൊടുത്തിരുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ ക്യാരക്ടർ ഇത്ര ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ നമ്മുടെ BP ഡോർ ഓപ്പൺ ആവും. ഈ BP ഡോർ ഇപ്പോൾ പുതിയൊരു ക്ലാസ് ആണ്. ആക്ടർ ക്ലാസ് പോലെ തന്നെ BP ഡോർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ക്ലാസ് ആണ്. ഈ BP ഡോർ ക്ലാസ്സിലാണ് ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ബാക്കി ബ്ലൂ പ്രിന്റുകൾ നേരിക്കാം. ആ ബ്ലൂ പ്രിന്റുകളെല്ലാം നമ്മുടെ ആക്ടർ എത്തുമ്പോൾ തുറക്കുന്ന ഫംഗ്ഷനാലിറ്റി കാണിക്കും. സോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അറിയാം, എന്നാലും നമ്മൾ മുന്നോട്ടേക്ക് പോകും. നമ്മുടെ കളക്റ്റിബിൾസ്, കോയിൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബ്ലൂ പ്രിന്റിന്റെ ആക്ടർ ക്ലാസ് എന്നൊരു ഒബ്ജക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ആക്ടർ ക്ലാസ് വെച്ച് നമ്മളൊരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ഒരു ക്ലാസ് ആയി മാറും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ആക്ടർ ക്ലാസ്സിന് നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന കോമൺ ക്ലാസ്സസ് നോക്കാം. ഒന്ന് പോൺ എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് ക്ലാസ് ആണ്. അത് ഡീഫോൾട്ട് ആയിട്ട് അവിടെ കണ്ടു നമ്മൾ. ഈ പോൺ ക്ലാസ്സസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ക്ലാസ്സിന് നമുക്ക് നമ്മുടെ ഇൻപുട്സ് വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊന്നും പറ്റില്ല എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് ഇതിന് വേണമെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റീസ് കൊടുക്കാൻ പറ്റും. ആക്ടർ ക്ലാസിന്റെ ഉള്ളിൽ നമുക്ക് അങ്ങനത്തെ ഫംഗ്ഷനാലിറ്റീസ് കൊടുക്കാൻ പറ്റും. പക്ഷെ പോണിനത് ഡീഫോൾട്ട് ആയിട്ട് അതിലൊരു സെറ്റ് ചെയ്ത് വെച്ചതുപോലുള്ള ഒരു സംഭവമായിരിക്കും. സോ പോൺ ക്ലാസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സാധനങ്ങളൊക്കെ പോൺ ക്ലാസിന്റെ ഉള്ളിൽ വരും. പോൺ ക്ലാസിന്റെ ഉള്ളിലേക്ക് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് കുറച്ച് ഇത് നോക്കാം. അപ്പൊ അതിന് 2-3 എക്സാമ്പിൾസ് ആണ്. ഒന്ന് നമ്മുടെ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഓടിക്കുക, ചാടിക്കുക ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതാണ്. അതൊരു പോൺ ക്ലാസിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ വെഹിക്കിൾസ്, നമുക്ക് വണ്ടി ഓടിക്കണം, ചാടിക്കണം, വണ്ടി തുറക്കണം, പൊട്ടിക്കണം, ഈ പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതും നമ്മൾ കൺട്രോൾ ചെയ്യണം, നമ്മൾ പ്രോസസ് ചെയ്യാം. നമ്മളിപ്പോ ഒരു ആത്മാവാണ് വിചാരിക്കുക, പ്രോസസ് എന്നുള്ള വേർഡ് തന്നെ പിടിക്കാം. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം, പെട്ടെന്ന് പപ്പറ്റിയർ ചെയ്യണം. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ നമ്മളിപ്പോ മറ്റേ ബൗൺസ് ബോളിന്റെ പരിപാടീസിലൊക്കെ ഉണ്ടാവില്ല, റോളിംഗ് ബോൾ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ടുള്ള സാധനങ്ങൾ. ശരിക്കുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല, ചിലപ്പോൾ ബോളൊക്കെ ആയിരിക്കും ക്യാരക്ടർ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ പോൺ ക്ലാസിന്റെ ഉള്ളിൽ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോൺ ക്ലാസ് ക്യാരക്ടർ ആയിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. രണ്ടും ഏകദേശം ഒരേപോലെ, ഇവിടെ ഒരു ചിത്ര വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ചെറിയ വ്യത്യാസം ഉള്ളിലുണ്ട്. ഇനി നമുക്ക് ഒരു ക്യാരക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡോറിന് ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഇത് ഉണ്ടാക്കിയിരിക്കും. അവിടെ നടക്കണം, ചാടണം, ഓടണം എന്നൊക്കെ പറഞ്ഞ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഈ കൊടുത്തു കഴിഞ്ഞതിനെ വെച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അതാണ് നമ്മൾ ഇവിടെ കാണുന്ന ക്യാരക്ടർ. ബ്ലൂ പ്രിന്റ് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ് ഞാൻ സെലക്ട് ചെയ്താൽ ഉണ്ടാവുന്ന ഈ ബ്ലൂ പ്രിന്റ് ക്ലാസ്സിന്
ഈ പറഞ്ഞ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അവിടെ പോണിന്റെ ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാവും, കാരണം ക്യാരക്ടർ ഒരു പോണിന്റെ ചൈൽഡാണ്. പോൺ എന്ന ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ് ആണ്. ചൈൽഡിന് ആക്ടറിന്റെ ചൈൽഡ് ക്ലാസ് ആണ് ഈ പോൺ ക്ലാസ്. അപ്പോൾ ആക്ടറിന്റെ ഫംഗ്ഷനാലിറ്റീസും ഉണ്ടാവും, ഇതിന്റെ ഫംഗ്ഷനാലിറ്റീസും ഉണ്ടാവും നമ്മുടെ ക്യാരക്ടറിന്. പ്ലസ് അതിനായിട്ടുള്ള കുറച്ച് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അതാണ് നടക്കുക, ചാടുക, ഓടുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിൽ കൊടുത്തു വെക്കുന്ന ഫംഗ്ഷനാലിറ്റീസ്. ഇതും കൂടി ഉണ്ടാകുമ്പോൾ അതൊരു ക്യാരക്ടറായി. അത് ഇനി ആ ക്യാരക്ടറിനെ വെച്ച് നമുക്ക് ബാക്കിയുള്ള ഇനി ഓരോ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുമ്പോൾ ക്യാരക്ടർ വെച്ചുണ്ടാക്കിയ ഇതിന്റെ എല്ലാ ഫംഗ്ഷനാലിറ്റീസും അതിൻ്റെ ഉള്ളിലുണ്ടാവും. വലിയ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. എന്നാലും നമുക്ക് ക്യാരക്ടേഴ്സിന് കുറച്ച് ഇത് നോക്കാം. ആ ക്യാരക്ടറിന്റെ ഇത് വെച്ചിട്ട് നമ്മളൊരു തേർഡ് പേഴ്സൺ, ഇപ്പൊ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടിനെ കൊണ്ട് ഓടിപ്പിക്കുന്നുണ്ട്, ലൈറ എന്നാണ് അവർ പേരിട്ടത്. അൺറിയൽ എഞ്ചിൻ നമുക്ക് ഡീഫോൾട്ടായിട്ട് തന്നെ. അത് ടെക്നിക്കലി ഒരു ക്യാരക്ടർ ക്ലാസിന്റെ ചൈൽഡ് ക്ലാസ് ആണ്. അതുമേൽ കുറെ ഫംഗ്ഷനാലിറ്റി പിന്നെയും ആഡ് ചെയ്തുണ്ടാക്കിയ സാധനമാണ് ഈ തേർഡ് പേഴ്സൺ. അതുപോലെ തന്നെ നമുക്ക് എൻ പി സിസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ നോൺ പ്ലെയർ ക്യാരക്ടേഴ്സ് നമ്മുടെ ഇതിലുണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ഇതിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ക്യാരക്ടറിന് ഒരു ഫ്രണ്ട് ഉണ്ട് കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന. നമ്മൾ പൺചാട്ടൊക്കെ കളിച്ചാൽ കൂടെ ഒരാൾ ഉണ്ടാകുന്നത് പോലെ ഒരാളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വില്ലന്മാര് അപ്പുറത്ത് വെടിവെച്ച് കൊല്ലുന്ന ഗൂൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് ഞാൻ എക്സാമ്പിൾ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്യാരക്ടറിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് നോക്കാം. പോൺ എന്നുള്ളതായത് കൊണ്ട് അതിനെ നമുക്ക് നമ്മുടെ കൺട്രോളർ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ക്യാരക്ടർ ആയതുകൊണ്ട് അതിന് നടക്കാം, ഓടാൻ, ചാടാം. അത് നമ്മുടെ തേർഡ് പേഴ്സണിനും വേണം, ഇതും വേണം. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയത് തേർഡ് പേഴ്സണിൽ മാത്രം. അപ്പൊ നമ്മൾ അതിന്റെ കോഡ് ഇവിടെ എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ നമുക്കൊരു വെടി കൊണ്ടാൽ മരിച്ച് വീഴണം എന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചോ, അത് തേർഡ് പേഴ്സണിന് മാത്രമല്ല ബാധിക്കേണ്ടത്, നമ്മുടെ എൻ പി സികൾക്ക് എല്ലാവർക്കും ബാധിക്കണം. അതായത് എൻ പി സിക്ക് അത് ഉണ്ടാവണം, ഇതിനുണ്ടാവണം. അതായത് ഈ ക്യാരക്ടറിന്റെ താഴെ തന്നെ ഒരു വെഹിക്കിളിന് വെടി കൊണ്ടാൽ അത് മരിച്ചു വീഴേണ്ട ആവശ്യമില്ല. സോ നമ്മൾ പോണിലാണ് ആ കോഡ് എഴുതിയതെങ്കിൽ, മരിച്ചു വീഴുന്നതിന്റെ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്തതെങ്കിൽ ക്യാരക്ടറും മരിച്ചു വീഴും, വെഹിക്കിളും മരിച്ചു വീഴും, റോളിംഗ് ബോളും മരിച്ചു വീഴും. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്ത് മതി? ഈ തേർഡ് പേഴ്സൺ മരിച്ചു വീഴണം, എൻ പി സികളായിട്ടുള്ള വില്ലൻ മരിച്ചു വീഴണം, പെഡസ്ട്രിയൻസ് മരിച്ചു വീഴണം, ഗൂൺസ് മരിച്ചു വീഴണം, ആനിമൽസ് മരിച്ചു വീഴണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മരിച്ചു വീഴേണ്ട ആവശ്യമുള്ളൂ വെടികൊണ്ടാൽ. സോ നമ്മൾ അതിന് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള ഈ ക്യാരക്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടത്. ക്യാരക്ടറിന്റെ ഉള്ളിൽ നമ്മൾ ഒരാൾ മരിച്ചു വീഴുക എന്നുള്ളൊരു പ്രോഗ്രാമിംഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ചൈൽഡ് ആയിട്ടുള്ള ഇയാളും മരിച്ചും വീഴും, ഇയാളും മരിച്ചു വീഴും, ഇയാളും മരിച്ചു വീഴും. പക്ഷെ വെഹിക്കിൾ മരിച്ചു വീഴില്ല. സോ ഒരു ചെറിയൊരു ഐഡിയ മൈൻഡിൽ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് തിരിച്ച് ഇവിടേക്ക് പോവാം. പോൺ അല്ലാതെ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ച ബി പി ഡോർ, നമ്മൾ ആക്ടർ ക്ലാസിന്റെ ഒരു സബ് കാറ്റഗറിയാണ് ബി പി ഡോർ എന്ന് പറയുന്നത്. ആ ബി പി ഡോറിന് നമ്മൾ ഓപ്പൺ ആൻഡ് ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിക്കാം. ആ ബി പി ഡോറിന്റെ പിന്നെ നമുക്ക് അതൊരു കാറ്റഗറി ആക്കി യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ബി പി ഡോർ ഉണ്ടാക്കി, ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു ബി പി ഡോർ 2 ഉണ്ട്. ഇനി ഞാൻ ഈ ബ്ലൂ പ്രിന്റിന്റെ ഈ ലിസ്റ്റിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് BP_, ആ ലിസ്റ്റിൽ കാണാൻ നമുക്കൊരു BP_02 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച എല്ലാം ഇതിന്റെ ഉള്ളിലുണ്ടാവും. അതിൽ BP_02 സെലക്ട് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇനി ഈ ബി പി ഡോറിന് ഞാൻ എന്തൊക്കെ സെറ്റിങ്സ് സെറ്റ് ചെയ്ത് വെച്ചോ അതൊക്കെ അതിന്റെ ഉള്ളിൽ നോക്കി അവിടെയും കാണാം. നമ്മുടെ ബി പി ഡോറിന്റെ ഉള്ളിലുള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെ അവിടെയും കാണാം. ഇതൊരു നമ്മുടെ ചൈൽഡ് പാരന്റ് റിലേഷൻഷിപ്പിന്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ അങ്ങനെ അതേ സെയിം സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. പാരന്റിനുള്ളതെല്ലാം ചൈൽഡിനുള്ളതാണ്, ചൈൽഡിനുള്ളതൊന്നും പാരന്റിന് കൊടുത്തോളണം നിർബന്ധമില്ല. സോ ആ ഡോറിന് ഞാനൊരു ഓപ്പൺ ആൻഡ് ഡോർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ചൈൽഡ് ആക്കി ഉണ്ടാക്കുന്ന അനദർ ഡോറിനും ഒരു ഡിഫറെന്റ് ഡോറിനും 2 ഡോർ ഞാൻ എന്തെങ്കിലും പേരിട്ടുന്നേ കിട്ടോ. അതിനെപ്പോഴും ബി പി ഇട്ടോളണം എന്നുള്ളതല്ല എന്ന് പറയാനാണ് ഞാൻ അവിടെ BP_D എന്നിട്ട് വെച്ചത്. നമുക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളക്റ്റിബിൾസ്. നമ്മുടെ ഗെയിമിന്റെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഗെയിമിന്റെ ഉള്ളിൽ കുറെ കോയിൻസ് ഉണ്ടാവും, ലൈഫ് കളക്ട് ചെയ്യണം, ജെറ്റ് പാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ജെറ്റ് പാക്ക് കളക്ട് ചെയ്യണം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കളക്റ്റിബിൾസ് ഒക്കെ കൂടി നമുക്ക് ഒരു ആക്ടർ ക്ലാസ് ആക്കി മാറ്റാം. അതിനിപ്പോ ഒരു പ്രോപ്പർട്ടിയിൽ വിചാരിക്കാം നമ്മളിങ്ങനെ ചാടി ചാടി കളിക്കണം, നമ്മൾ അവിടെ കോയിൻ ഉണ്ടെന്ന് കാണിക്കാനും വേണ്ടി. അതുപോലെ വന്ന് ഒരാള് നമ്മുടെ ക്യാരക്ടർ അതുമ്മ ടച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞില്ലാണ്ടാണ്. ഇത് നമ്മുടെ കോയിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്, ലൈഫിന്റെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പിന്നെ നമ്മുടെ ജെറ്റ് പാക്ക് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം, ആ ജെറ്റ് പാക്കിന് ഒരു ഐക്കൺ ഉണ്ടെന്ന് വിചാരിക്കാം, ആ ഐക്കണിൽ പോയി തൊട്ടാലും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. അപ്പോൾ ആ ഫംഗ്ഷനാലിറ്റി നമ്മൾ ഒരു കളക്റ്റിബിൾ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഉള്ളിൽ എഴുതി വെക്കും. എന്നിട്ട് കോയിൻ എന്ന് പറഞ്ഞത് അതിന്റെ ഒരു ചൈൽഡ് ആക്കി ഉണ്ടാക്കും. അവിടെയാണ് നമ്മൾ ഈ കോയിൻ മേലെ ടച്ച് ചെയ്താൽ ഇതൊക്കെ സംഭവിക്കും. ഏത് അവിടെ പോയി അതില്ലാണ്ടായി പൊട്ടിത്തെറിച്ച് ഇല്ലാണ്ടാവും അതുമ്മ ടച്ച് ചെയ്യുമ്പോൾ. പക്ഷെ ഒരു ഫംഗ്ഷനാലിറ്റി നമുക്ക് കോയിന് മാത്രം, ലൈഫിന് സംഭവിക്കാതെ കോയിന് മാത്രം സംഭവിക്കണം. ഇത് സംഭവിച്ചതിന് ശേഷം
നമ്മുടെ കോയിൻ കൗണ്ട് കൂടണം. അത് ലൈഫുമ്പോൾ പോയി അടിച്ചാൽ കോയിൻ കൗണ്ട് കൂടാൻ പാടില്ല. സോ ആ ഒരൊറ്റ ഫംഗ്ഷനാലിറ്റി മാത്രമേ നമുക്ക് ഈ കോയിന്റെ ഉള്ളിൽ എഴുതേണ്ടുള്ളൂ. ലൈഫ് കൂടാനും നമുക്ക് അതേപോലെ തന്നെ ലൈഫിന്റെ ഉള്ളിൽ എഴുതാം. അവിടെ കോയിന് പകരം ലൈഫ് കൂടിയാൽ മതി. ഇനി ജെറ്റ് പാക്ക് ഉണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ സംഭവിക്കണം. നമ്മുടെ ബോഡിയിൽ ജെറ്റ് പാക്ക് വരണം, ജെറ്റ് പാക്കിന്റെ കൗണ്ട് കൂടണം, നമുക്ക് പറക്കാനുള്ള ഒരു എബിലിറ്റി വരണം. അങ്ങനെ കളക്ടിബിൾസ് ഒരുപാടാണ് ഉണ്ടാക്കാം. സോ ഇതാണ് ബ്ലൂ പ്രിന്റ് ക്ലാസ്സുകളുടെ ഒരു രീതി. നമ്മുടെ എല്ലാം ആക്ടേഴ്സ് ആണ്. അതിൽ സ്റ്റാറ്റിക് ആക്ടേഴ്സ് അല്ലാതെ ബ്ലൂ പ്രിന്റ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതിൽ ആക്ടർ ക്ലാസ് ആണ് ഏറ്റവും ടോപ്പിലിരിക്കുന്നത്. എല്ലാം ആക്ടർ ക്ലാസ്സുകളാണ്. ആ ആക്ടർ ക്ലാസ്സുകളെ പിന്നെ സബ് കാറ്റഗറൈസ് ചെയ്തതാണ് നമ്മൾ പോൺ എന്ന് പറയുന്ന കാറ്റഗറൈസ്. അതല്ലാതെ നമുക്ക് ആക്ടർ ക്ലാസിന്റെ നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അതിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള ഒന്ന് പോൺ ആണെന്ന് മാത്രം. ആ പോണിനെ വീണ്ടും നമുക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സബ് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെഹിക്കിൾ ആയിട്ട് ഉണ്ടാക്കാം, റോളിംഗ് ബോളുകൾ വേറെ ഉണ്ടാക്കാം. ആ ക്യാരക്ടറിനെ തേർഡ് പേഴ്സൺ ആക്കി ഉണ്ടാക്കാം, NPC ആയിട്ട് ഉണ്ടാക്കാം. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത് ഇത് നമുക്ക് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. സോ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഒബ്ജക്റ്റും ഓരോ ക്ലാസ് കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പൊ ഡോറ് നമ്മൾ ഉണ്ടാക്കുന്നത് ഓരോ ക്ലാസ് ആണ്. സോ നമുക്ക് ഇപ്പൊ ഉണ്ടാക്കി വെച്ചതെല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ ഡോറിനെ ഒന്നും കൂടി ഉണ്ടാക്കുകയാണ്. ഞാൻ റൈറ്റ് ക്ലിക്കിൽ പോയി ഒരു ബ്ലൂ പ്രിന്റ് ക്ലാസ് ഉണ്ടാക്കുന്നു. അത് നമുക്ക് ആക്ടർ ക്ലാസ് ആണ്. കാരണം നമ്മളിപ്പോ അതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആക്ടർ ക്ലാസ് എടുക്കുന്നു. പേരായിട്ട് BP_ഡോർ എന്നിടുന്നു. ഞാൻ ടെക്നിക്കലി നമ്മൾ വേറെ എവിടെയും ഒരേ പേരിലുള്ള രണ്ട് സാധനം ഇല്ലാതിരിക്കുന്നതും നല്ലതാണ്. കാരണം നമ്മൾ ആ ഡോർ എന്ന് പിന്നെ പറയേണ്ട ആവശ്യം വരുന്നുണ്ട്. ആ ഡോർ എന്ന് പറയുമ്പോൾ ഈ രണ്ടും ഒരേ പേരാണെങ്കിൽ ഇതിൽ ഏത് ഡോറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഈ ഡോറ് ഞാൻ ചുമ്മാ ഒന്ന് വലിച്ചിടുകയാണ്. അവിടെ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. നമുക്കൊരു സാധനം ഉണ്ട്, ഒരു കിർദാപ്പി ഉണ്ട്. ആ കിർദാപ്പി ടെക്നിക്കലി ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞു, ഒന്ന് പ്ലേ അടിച്ച് നോക്കിയാൽ കാണാം. അത് നമ്മുടെ വ്യൂ പോർട്ടിൽ കാണില്ല. അങ്ങനത്തെ സാധനങ്ങളാണ്. നമുക്ക് ലൈറ്റിനൊക്കെ ഉള്ളതുപോലെ ഇതുപോലെ ഒരു സാധനമാണ്. അത് വ്യൂ പോർട്ടിൽ ഉണ്ടാവും. വ്യൂ പോർട്ടിൽ ഇങ്ങനെ കാണാം. G ബട്ടൺ അടിച്ചാൽ ഹൈഡ് ആവും, പ്ലേ അടിച്ചാലും കാണില്ല. ഇനി നമുക്ക് ആ BP ഡോർ ഒന്ന് തുറക്കാം. BP ഡോർ തുറന്നാൽ നമ്മൾ പുതിയ BP ഡോറിൽ വന്ന് നമ്മുടെ ഡോർ 2 അല്ല ഡോർ വന്നു. അവിടെ നമ്മുടെ ഔട്ട്ലൈനർ ഉണ്ട്, വ്യൂ പോർട്ട് ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, അതെല്ലാം അതുപോലെ ഉണ്ട്. നിങ്ങളുടെ എങ്ങാനും ഇങ്ങനെ ആണെങ്കിൽ നമ്മുടെ മുകളിലെ വ്യൂ പോർട്ട് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബോക്സ് വേണം. ബോക്സ് ആയിരുന്നു നമ്മൾ ആദ്യം ഇട്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇവിടുന്ന് വേണമെങ്കിൽ വലിച്ചിടാം, യാത്ര പോകണമെന്നില്ല. ആഡിന്ന് നമ്മൾ ഇവിടെ ഒരു ക്യൂബ് എടുത്തിടുന്നു. ആ ക്യൂബിന് ഞാൻ ഒന്ന് ഇവിടേക്ക് വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു 0.02 വെക്കുന്നു. 0.02 ടപ്പ് എല്ലാം വലുതായി. ഇപ്പൊ ഒരു പ്രശ്നമല്ല. ഞാൻ എന്നാലും ഒരു കൺട്രോൾ തന്നെ അടിച്ചിട്ട് ഈ ലോക്ക് അയച്ചിട്ട് 0.02 വെക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ തിരിച്ച് നമ്മുടെ മാപ്പിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പീസ് ഇരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഒരു ക്യൂബ് വന്നത് കാണാം. അതായത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചേഞ്ച് വന്നാലും വരും. നമ്മൾ ആദ്യ സെഷനിൽ കണ്ട പോലെ ഈ ഇരിക്കുന്നതിന്റെ നമ്മളിപ്പോ ക്യൂബ് ഇട്ടിരിക്കുന്നതിന്റെ അവിടെ നോക്കുകയാണെങ്കിൽ, ഞാനതൊന്ന് മൂവ് ചെയ്യാണ്. മൂവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ ഒരു റെഡ് കളറ് ഗ്രീൻ കളറൊക്കെ കൂടി വന്ന് നിൽക്കുന്ന ഒരു സെന്റർ പോയിന്റ് ഉണ്ട്. അതിന് ഒറിജിൻ എന്ന് പറയും. അതാണ് നമ്മുടെ ഇവിടെ വരുന്നത്. ഞാനിപ്പോ ഈ ബോക്സ് കറക്റ്റ് അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് നിൽക്കുക. നമുക്ക് ഇവിടെ വരുന്ന ആങ്കർ പോയിന്റ് അപ്പോൾ ആ ഒറിജിനിലായിരിക്കും ഉണ്ടാകുക. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഒറിജിനിലാണ് ആങ്കർ പോയിന്റ് ഉണ്ടാകുക. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ BP ഡോറാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നെങ്കിൽ ഏറ്റവും ടോപ്പിലായനെ അതിന്റെ ഒറിജിൻ പോയിന്റ്, അതാണ് നമ്മുടെ ആങ്കർ പോയിന്റ്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഡോർ 5 സെലക്ട് ചെയ്തതിന് ശേഷം ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ആ പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് റൊട്ടേറ്റ് ആകുക. സോ എക്സിൽ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഷട്ടർ പോലെ ഉണ്ടാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ ഒറിജിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഡോറിന്റെ ഒറിജിൻ വേണ്ടത് നമുക്ക് അടിഭാഗത്താണ്, തായ് ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഫ്ലോറിൽ വെക്കണം എന്നാണെങ്കിൽ ഇനി എനിക്ക് എൻഡ് ബട്ടൺ യൂസ് ചെയ്യാം. ഇനി ഞാനൊന്ന് വലിച്ച് കൊണ്ടുവന്ന് ഇട്ടാലും ആ ഒറിജിൻ ആണ് നമ്മുടെ ഫ്ലോറിൽ കൊണ്ടുപോയി നിൽക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ BP ഡോറിലേക്ക് പോകുന്നു. BP ഡോറിന്റെ സൈസ് നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ഇതിനൊന്ന് ഡോക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. നമുക്ക് ഇതും ഒരുമിച്ച് കാണാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിന്റെ വലുപ്പം ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യണം. ടെക്നിക്കലി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്നാലും
നമുക്ക് അതില്ല എന്ന് വിചാരിക്കാം. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്തത് ഈ ക്യാരക്ടർ ആക്കി പ്ലേ ആക്കി നോക്കി റെഡി എല്ലാം നോക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. നമുക്ക് അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് കണ്ടന്റിൽ പോയാൽ നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ ഉള്ളിൽ നമ്മുടെ മാനുക്കിൻ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും, മെഷസിന്റെ ഉള്ളിലുണ്ടാവും, അപ്പുറത്തുണ്ടാവും ഒക്കെ ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് എടുത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയി വെച്ചാൽ നമുക്ക് ആ ക്യാരക്ടറെ കാണാം. ഇനി നമുക്ക് ഇത് നോക്കിക്കൊണ്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഹൈറ്റ് ആണ്. സോ നമുക്ക് സ്പേസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്ലോറിലേക്ക് കയറ്റി വെക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡോറിന്റെ നമ്മൾ പെട്ടെന്ന് ചെറുതാക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ ഡോറിന്റെ സൈസ് എന്ന് നമ്മൾ സെറ്റ് ആക്കി. വേണമെങ്കിൽ കുറച്ച് വീതി കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡോറിന്റെ സൈസ് സെറ്റ് ആക്കി. ഇനി നമുക്ക് ഈ ക്യാരക്ടറിന്റെ ആവശ്യമില്ല, നമുക്ക് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതാണ് കറക്റ്റ് മെത്തേഡ്. നമ്മൾ നേരത്തെ ചെയ്തത് പോലെ അല്ല. ഇനി ഞാൻ വീണ്ടും ഇതിവിടെ ഡോക്ക് ചെയ്യാണ്. ഇനി ഇവിടെ എന്തെങ്കിലും ചേഞ്ച് നടന്നാൽ അവിടെ നടക്കും എന്ന് നിങ്ങൾക്കറിയാം. സോ നമ്മൾ ഇനി അത് കാണുന്നില്ല. ഞാൻ ഇവിടെ വീണ്ടും ആഡ് ചെയ്യുന്നു, ഒരു സ്ഫിയർ ആഡ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സെയിം സാധനമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. സ്ഫിയറിന് ഞാൻ പേര് മാറ്റിപ്പോയി. ഇവിടെ വെക്കുന്നു, സ്കെയിൽ ചെയ്യുന്നു. സ്കെയിൽ ചെയ്യുമ്പോൾ ഞാൻ ഇതിന്റെ ചൈൽഡ് ഓൾറെഡി ആക്കിയത് കൊണ്ടാണ് ഈ വിയേർഡ് പോക്ക്. അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരം ആദ്യം പുറത്തൊന്ന് ഇട്ടതിന് ശേഷം, പുറത്തിടുമ്പോൾ ചിലപ്പോൾ ഈ അറ്റാച്ച് ഓപ്ഷൻ ചോദിക്കും, അറ്റാച്ച് ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതാക്കി വെക്കുക. ചെയ്തതിന് ശേഷം ഒന്ന് ഇവിടെ വെക്കുന്നു. നമ്മൾ ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് കോപ്പി ചെയ്താൽ ചിലപ്പോൾ ഇവിടെ കോപ്പി ആവില്ല. ബ്ലൂ പ്രിന്റിന്റെ ഉള്ളിൽ ചിലപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺട്രോൾ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഓപ്ഷൻ. നിങ്ങൾ ഇല്ലസ്ട്രേറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോർമൽ സോഫ്റ്റ്വെയർസ്, ഒരുപാട് സോഫ്റ്റ്വെയർ അത് തന്നെയാണ് ഷോർട്ട് കട്ട്. കൺട്രോൾ ഡി എന്ന് അടിച്ചു പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവും. ഇല്ലെങ്കിൽ കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചാലും മതി. നിങ്ങൾക്ക് ഓർമ്മ ഇല്ലെങ്കിൽ കൺട്രോൾ ഡി എന്ന ബട്ടൺ അടിക്കണം. പണ്ട് ഇത് കൺട്രോൾ ഡബ്ല്യു ആയിരുന്നു. നിങ്ങളുടെ ഇതിൽ ചിലപ്പോൾ ഇപ്പോഴും ഡബ്ല്യു ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല അത് ഞാൻ മാറ്റി വെച്ച സെറ്റിങ്സ് ആണോ അല്ലെങ്കിൽ അൺറിയൽ പിന്നീട് മാറ്റിയതാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നിങ്ങളുടെ അത് കൺട്രോൾ ഡബ്ല്യു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഞാൻ ഈ അൺറിയൽ എഞ്ചിന്റെ ഇതൊരു കോപ്പി എടുത്ത് ഇവിടെ വെക്കുന്നു. വീണ്ടും ഒരു കോപ്പിക്ക് കൺട്രോൾ ഡി അടിക്കുന്നു. ഞാനിവിടെ അതാണ് സെലക്ട് ചെയ്തെന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ കൺട്രോൾ ഡി അടിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു കോപ്പി ഇവിടെയും വെക്കുന്നു. വേണമെങ്കിൽ നമുക്ക് നേരത്തെ ആ കോണും കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ ഒരു സേവ് ബട്ടൺ അടിക്കണം. അതേപോലെ തന്നെ നമ്മുടെ മാപ്പിൽ ഇതൊക്കെ ചേഞ്ച് ആയി, അതുകൊണ്ട് ഇവിടെയും സേവ് ബട്ടൺ അടിക്കണം. ഈ രണ്ട് ബട്ടണും നമുക്ക് ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇതുപോലെ സേവ് ബട്ടൺ അടിക്കേണ്ട സ്ഥലം വരും. ഇതുകൊണ്ടാണ് നമ്മൾ താഴെ കാണുന്ന സേവ് ഓൾ അടിക്കണം. ഇപ്പോൾ നമ്മുടെ ബി പി ഡോറും ന്യൂ മാപ്പിലാണ് ചേഞ്ച് സംഭവിച്ചത്, അത് രണ്ടും സേവ്. ഇനി നമുക്ക് ബി പി ഡോറിലേക്ക് തിരിച്ചു പോകാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതുപോലെ തന്നെയുള്ള സാധനമാണ്. പക്ഷെ നമുക്കിനി ഇത് പാരന്റ് ചെയ്യണം. കാരണം ബി പി ഡോർ തുറക്കുമ്പോൾ അതും തുറക്കണം. ബി പി ഡോർ എന്ന് പറയുന്നത് നമ്മുടെ ക്യൂബാണ് ഇപ്പോൾ. സോ ആ ക്യൂബ് തുറക്കുമ്പോൾ അതും തുറക്കണം. നമ്മൾ അതിനുവേണ്ടി ഈ സ്ഫിയറിനെടുത്ത് ക്യൂബിൻ്റെ ഉള്ളിലാക്കുന്നു. ഇനി ക്യൂബ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ സെറ്റിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും റൊട്ടേറ്റ് ആകുന്നത് കാണാൻ പറ്റും. പക്ഷെ നമുക്കിങ്ങനെ സെന്ററിലല്ല റൊട്ടേറ്റ് ആവേണ്ടത്, ഈ കോർണർ വെച്ചിട്ടാണ് റൊട്ടേറ്റ് ആവേണ്ടത്. ഈ കോർണറിൽ അങ്ങനെ നമുക്ക് സൈഡോട്ടേക്ക് തുറക്കുന്ന ഡോറായിട്ടാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആങ്കർ പോയിന്റ് ഈ കോർണറിലോ അല്ല ഈ കോർണറിൽ ഈ ലൈനിൽ എവിടെയെങ്കിലും മതി, അവിടെ എവിടെയെങ്കിലും വേണം. ഞാൻ ടെക്നിക്കലി അത് ഇവിടെ താഴെ വെക്കാൻ സജസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഷട്ടർ പോലെ മുകളിലോട്ട് തുറക്കേണ്ടതാണെങ്കിൽ ഇവിടെ മുകളിൽ വെച്ചാലും മതി. ഏതായാലും ഈ കോർണറിൽ എവിടെയെങ്കിലും ഒന്ന് വരണം നമ്മുടെ ഡോറ് തുറക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ കോർണറിലാക്കണമായിരിക്കും കുറച്ചുകൂടെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ബോൾ വെച്ച ഡിസൈൻ നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കോർണർ യൂസ് ചെയ്യാം. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇട്ട് അത് വിസിബിൾ ഹൈഡ് ആക്കി വെച്ചാലും മതി. നമുക്ക് ഇവിടെ ഒരു ആങ്കർ പോയിന്റ് ഇടാൻ, ഇതിനൊരു പാരന്റ് ഉണ്ടായാൽ മതി. ഇവിടെ പോയിന്റ് ഉള്ള ഒരു പാരന്റ് ഉണ്ടായാൽ മതി. പക്ഷെ നമുക്ക് അതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടെ ഒരു ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഒന്ന് ഉണ്ട്, പക്ഷെ അത് യൂസ് ചെയ്യണ്ട, നമുക്ക് വേറെ യൂസ് ചെയ്യാം. സീൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ വ്യൂ പോർട്ടിൽ കാണും, പ്ലേ ചെയ്യുമ്പോൾ കാണില്ല എന്നുള്ള ഒരു സാധനമുണ്ട്. നമ്മൾ ആഡിൽ പോയിട്ട് സീൻ ഒബ്ജക്റ്റ് എന്ന് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം. ഇവിടെ ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി. സീൻ എന്നൊരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് ഞാൻ എടുത്തിട്ടാണ്. ഇത് നമ്മുടെ ഡോറ് ഹിഞ്ചാണ്. ഡോർ ഹിഞ്ച് എന്നിട്ടൊക്കെ, ഡോർ പിവറ്റ്, ഡോർ ഹിഞ്ച് എന്നോ ഡോർ ആക്സിസ് എന്നോ എന്തും നിങ്ങൾക്ക് വിളിക്കാം. ഒരു 100 പേര് ഞാൻ പറഞ്ഞു തന്നാണ് അതിലിപ്പോൾ തന്നെ. ഇതിൻ്റെ പൊസിഷൻ ഞാൻ ഈ കോർണറിലേക്ക് വെക്കുകയാണ്. നമ്മൾ കറക്റ്റ് കോർണറല്ല, വേണ്ട, നമുക്ക് ഇത് ഓഫ് ചെയ്തുകൊണ്ട് കറക്റ്റ് കോർണർ പിടിക്കാം. യെസ്,
നമ്മുടെ ബോക്സ് കുറച്ച് ഹൈ ആണെന്നും തോന്നുന്നു. നമുക്ക് പൊടിക്കൊന്ന് താത്തി കറക്റ്റ് അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യാം. കറക്റ്റ് പ്രിസൈസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ചെയ്യേണ്ടിയുള്ളൂ. ഇതിൻ്റെ ഹൈറ്റ് എടുത്തിട്ട് ബൈ ഇവിടെ അടിച്ച് ഒരു 100 കൊണ്ട് ഇൻറ്റു ചെയ്യും. പോട്ടെ, നമ്മളത് അത്ര കറക്റ്റാക്കി നോക്കണ്ട. നമുക്ക് ഇത് ഏകദേശം കറക്റ്റാണ് എന്നുള്ള രീതിയിൽ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചാൽ പോരാ, നമ്മുടെ ക്യൂബും അതായത് ഡോർ അടക്കം നമ്മുടെ ഡോർ ഹിഞ്ചിൻ്റെ ചൈൽഡ് ആക്കണം. ചൈൽഡ് ആക്കിയതിന് ശേഷം ഇനി ഞാൻ ഈ ഡോർ ഹിഞ്ചിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഡോർ ഹിഞ്ചിനെ ഞാൻ സെഡിൽ റൊട്ടേറ്റ് ചെയ്ത് എനിക്ക് ഡോർ തുറക്കുന്നത് പോലെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈനസിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല, പക്ഷെ ഇവിടെ വേണമെങ്കിൽ -45 ഡിഗ്രി എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. ഈ ക്ലിക്ക് ആൻഡ് ഡ്രാഗിൽ അതൊരു യൂസർ പ്രശ്നമാണ്. നമ്മുടെ എന്താ പറയുക, UI അവർ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഏതായാലും 0ന്റെ താഴോട്ടേക്ക് അവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗിൽ പോകാൻ പറ്റില്ല, പക്ഷെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഞാൻ വീണ്ടും സേവ് ചെയ്യാണ്. ഇവിടെ അടിച്ചാൽ മാത്രം പോരാ, ഇവിടെ അടിക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് അടിക്കാൻ നമുക്ക് സേവ് ഓൾ ബട്ടൺ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഔട്ട്ലൈനറിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആദ്യം ഉണ്ടാക്കി വെച്ച നമ്മുടെ BP ഡോറുകൾ നോക്കുക. ഇതുപോലെ ആവശ്യമില്ലാത്ത കുറെ മെഷും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ടാണുള്ളത്. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് ഉണ്ടാക്കിയ നമ്മുടെ 2 BP ഡോറുകളും നമ്മൾ ഇവിടുന്ന് വലിച്ചു കൊണ്ടുവന്നത് നമ്മുടെ ബ്ലൂ പ്രിന്റിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഡോറുകളെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമ്മുടെ ഡീറ്റെയിൽസ് പാനലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുകയും ചെയ്യും. ഞാൻ ഇവിടെ നിന്നെടുത്ത് എനിക്കിത് മൂവ് ചെയ്ത് വേണമെങ്കിൽ ഇവിടെ വെക്കാം. ആ ചേഞ്ചസ് ഇവിടെ മാത്രം വരുത്താനും പറ്റും. ഇതിന്റെ ഇടങ്ങാറുകളൊന്നുമില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ കൺവേർട്ട് ഓപ്ഷൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമല്ല, വേറെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉണ്ട്. എന്തായാലും ഈ കൺവേർട്ട് ഓപ്ഷനേക്കാൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്നിടുന്നതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യേണ്ടി വരും. ഏതായാലും ഞാൻ ഈ ഓൾറെഡി കൺവേർട്ട് ചെയ്തുണ്ടാക്കിയ ഈ BP ഡോറുകൾ എനിക്ക് ഇവിടുന്ന് നേരെ എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു 1000 സ്ഥലത്ത് നമ്മൾ പ്ലേസ് ചെയ്തെങ്കിൽ ആ 1000 സ്ഥലം കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. അപ്പൊ അതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ വെച്ചാൽ, നമ്മൾ ഈ BP ഡോർ എന്ന് പറയുന്ന സാധനം ഇതാണല്ലേ, ഇത് നമ്മൾ കൊണ്ടുവന്നിട്ടാണ്. ഈ ഒരു ഒബ്ജക്റ്റ് നമ്മളെ പ്രൊജക്റ്റിൽ ഇവിടുന്നേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് മൊത്തത്തിൽ അങ്ങ് പോയിക്കോളും. അത് സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ BP ഡോർ 02 എന്ന് പറയുന്ന ഈ സാധനം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഡിലീറ്റ് ചെയ്യുമ്പോൾ അവിടെ തൽക്കാലത്തേക്ക് അതിന്റെ മെഷ് അവിടെ വേണോ, താൽക്കാലികമായിട്ട് എന്തെങ്കിലും മെഷ് വെക്കണോ എന്നിവിടെ ചോദിക്കും. അത് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അവിടെ താൽക്കാലികമായിട്ട് ഒരു ക്യൂബ് കൊണ്ടുപോയി വെക്കണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് പിക്ക് ചെയ്തൊരു ഇത് വെക്കാം. ഇല്ലെങ്കിൽ അതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ BP ഡോർ ആക്കാം. ഡോർ 2 അല്ലാതെ ഡോർ ആക്കി മാറ്റണമെങ്കിൽ മാറ്റാം. അല്ലെങ്കിൽ ഫോഴ്സ് ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിന്നും പോവും, ഇവിടെ നിന്നും പോവും, നമ്മുടെ ഗെയിമിന്റെ ഉള്ളിൽ നിന്നും പോവും. ഈ രണ്ടാമത് പറഞ്ഞ സെക്ഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം. പേടിക്കണ്ട, നമ്മൾ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഇത് വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുക. അപ്പൊ കുറച്ചുകൂടെ ഒക്കെ ക്ലിയർ ആയി മുന്നോട്ട് വരും. മാത്രമല്ല, നമ്മൾ ഇതിന്റെ അടുത്ത സെഷനിൽ നമ്മൾ ഇതിന്റെ ഒരു കോഡിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മളൊരു ലൈവ് വെക്കുന്നുണ്ട്. ആ ലൈവ് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ കുറെ കാലത്തിന് ശേഷമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ ലൈവ് പബ്ലിക് ആയിട്ട് ഉണ്ടാകും. ഈ സ്റ്റാർട്ടർ സെക്ഷന്റെ ലൈവ്സ് ഒക്കെ അവിടെ പബ്ലിക് ആയിട്ട് ഉണ്ടാവും. അതിൽ രണ്ടാമത്തെ ലൈവ് ആയിരിക്കും അത്. പേരിൽ ഇപ്പൊ ഞാൻ ബ്ലൂ പ്രിന്റ് ലൈവ് 01 എന്ന് ഞാൻ പേരിലിട്ട് വെക്കാം. സോ ആ പേരിലുള്ള ലൈവ് എന്തായാലും ഒന്ന് കാണുക. അതെന്തായാലും നിർബന്ധമായിട്ട് തന്നെ കാണുക. കാരണം ഇതിൽ ഞാൻ പറയാനും സമയ പ്രശ്നം കൊണ്ട് ഇത് ഇപ്പൊ തന്നെ ഓൾറെഡി നല്ല ലെങ്തിൽ പോയിട്ടുണ്ട്. ഇനിയും പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ മുഴുകി കളഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും. ഇനിയും ലാഗ് അടിപ്പിക്കണ്ട. നമുക്ക് ലൈക്കും സബ്സ്ക്രൈബും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ